Hello my dear students, welcome to EduZone the Commerce Platform. EduZone the Commerce Platformiലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ്. രണ്ട് പാർട്ടായിട്ടാണ് ചാപ്റ്റർ വരുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഓക്കെ, നമുക്കറിയാം, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അറിയാൻ സ്വാഭാവികമായിട്ടും നമുക്കൊരാഗ്രഹം ഉണ്ടാവും, അല്ലേ? എത്രയും റിസ്ക് എടുത്ത് ക്യാപിറ്റലൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ലാഭമായിട്ടുണ്ടോ അല്ലെങ്കിൽ നഷ്ടം വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. Okay, അപ്പോൾ what do you mean by financial statement? Statement. It is a summary of statement of accounting data at the end of the period. That is, a trader is anxious to know the operating result in terms of profit or loss during a specific period of time and his financial position on a particular date. അതായത് ഒരു ട്രേഡർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനെ ആങ്ഷ്യസ് ആയിരിക്കും, അയാൾ ആകാംക്ഷയോടെ കാത്തിരിക്കുക ടു നോ ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അവരുടെ ബിസിനസ്സിൻ്റെ കറക്റ്റ് റിസൾട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഒരു ടൈമിൽ സ്പെസിഫിക് പീരീഡിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ അയാൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും. For this purpose, he prepared a summary of statement of accounting data at the end of the period. അതായത് ആ വർഷത്തിൻ്റെ അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ എൻഡിൽ അയാളൊരു സമ്മറി, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. അതായത് ഇന്ന് ഈ ഒരു മാസം, അതായത് ഫോർ എക്സാമ്പിൾ മാർച്ച് 1 ആണെങ്കിൽ മാർച്ച് 1 തീയതി മുതൽ മാർച്ച് 31 വരെ ഏതൊക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സമ്മറി അയാളുടെ കയ്യിലുണ്ടാവും. ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ദിസ് സമ്മറി ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ സമ്മറി വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യും? ഒരു ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടാക്കും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നെറ്റ് ലോസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ദീസ് two statements are called financial statement. ഏതൊക്കെയായിരുന്നു two statement? Trading and profit and loss account and balance sheet. These two statement called financial statement or financial account. അക്കൗണ്ടിങ്ങിൻ്റെ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. അതായത് ഏതൊരു ബിസിനസ്സിലും പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, അതായത് ഓപ്പറേറ്റിംഗ് റിസൾട്ട് അറിയാനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ടു അക്കൗണ്ട്സ് ക്ലാസിഫൈഡ്, അതായത് 2 അക്കൗണ്ടുകളാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്: ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റിന് നമ്മൾ അക്കൗണ്ട് എന്നല്ല പറയുന്നത്, ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് പറയാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദി നെറ്റ് റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഡ്യൂരിങ് എ ഗിവൺ പീരീഡ്. അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ കറക്റ്റ് പൊസിഷൻ, അതിൻ്റെ റിസൾട്ട് എന്താണ്, അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അത് വെച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തിനാണ്? പ്രിപ്പയർഡ് ടു അസർട്ടൈൻ, മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ദി നെറ്റ് റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഡ്യൂരിങ് എ ഗിവൺ പീരിയഡ്. ഒരു നിശ്ചിത കാലയളവിൽ ബിസിനസ് പ്രവർത്തനങ്ങളുടെ
ആകെ ഫലം കണ്ടെത്താനാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമുക്ക് മേ ബി പ്രോഫിറ്റ് ഓർ ലോസ്, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആണ് കിട്ടുക. അതിൻ്റെ താഴെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് നോമിനൽ എമൗണ്ടുകളൊക്കെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒറിജിനൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഫസ്റ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വാട്ട് ആർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെ? The term financial statement generally refers to 2 statements prepared at the end of an accounting period for an enterprise. ഒരു അക്കൗണ്ടിംഗ് പീരീഡിലെ അവസാനം ഒരു ബിസിനസ് സ്ഥാപനം പ്രിപ്പയർ ചെയ്യുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഓ 2 അക്കൗണ്ടുകളെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഏതൊക്കെയാണ് ആ 2 അക്കൗണ്ട്? ദീസ് ആർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫസ്റ്റ് വൺ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തിനാണത് പ്രിപ്പയർ ചെയ്യുന്നത്? ഷോയിങ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻസ്. ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ പ്രോഫിറ്റബിലിറ്റി കാണാനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ഷോയിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി എൻ്റർപ്രൈസ്. Balance sheet is a statement showing the financial position of the enterprise. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വാട്ട് യു മീൻ ബൈ ബാലൻസ് ഷീറ്റ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു, ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് എന്താണെന്ന് പറയാം. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്? ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ 2 അക്കൗണ്ട് ഉണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പറഞ്ഞു. ഇനി നമ്മൾ ഓരോ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നും, ഒരു ബിസിനസ്സിൻ്റെ ലാഭം എങ്ങനെ കണക്കാക്കാം, സെയിൽ എങ്ങനെ കണക്കാക്കാം, ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം വെച്ചിട്ട്, അതായത് ഒരു വർക്ക് വെച്ച് ക്വസ്റ്റ്യൻ തരാം, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ലാഭം കണക്ക് കൂട്ടാം എന്നതിനെ കുറിച്ചിട്ട് പഠിക്കാം. ഓക്കെ, സീ ദി ക്വസ്റ്റ്യൻ. ദ സെയിൽ ₹40,000 and the cost of goods sold by John Brothers are ₹28,000. അതായത് ഒരു ജോൺ ബ്രദേഴ്സ് എന്ന കമ്പനിയുടെ അവരുടെ ഷോപ്പിലെ സെയിൽ പറയുന്നത്, ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് 40,000 രൂപക്ക് സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. പക്ഷെ അത് വിൽക്കാൻ എത്ര ചിലവ് വന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് പറഞ്ഞാൽ ചിലവ്, ഗുഡ്സ് സോൾഡ് സാധനം വിൽക്കാൻ വന്ന ചിലവ് എത്രയാണ്? 28,000, 28,000 രൂപ ചിലവും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ്, നമ്മുടെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹിസ് ഗ്രോസ് പ്രോഫിറ്റ്? അയാളുടെ ഗ്രോസ് പ്രോഫിറ്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ്, നമ്മൾ ഏത് കാര്യം കാണുകയാണെങ്കിലും അതിന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാവും, ഒരു സമവാക്യം നമ്മൾ പഠിക്കണം. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ? ഗ്രോസ് പ്രോഫിറ്റാണ് സെയിലിൽ നിന്ന്, നമ്മൾ വിറ്റ സാധനങ്ങളിൽ, വിറ്റ വിലയിൽ നിന്ന് അതിലേക്ക് വന്ന ചിലവ് കുറച്ചാൽ, അതായത് ആ വിൽക്കാനുള്ള ആ പ്രോഡക്റ്റിൻ്റെ ചിലവ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് കാണൽ സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റാണ് കാണേണ്ടത്. സെയിൽസ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? എത്രയാണ്? 40,000 അല്ലേ? ഈ 40,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്
നമ്മൾ കുറക്കണം. എത്രയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? 28,000. ഓക്കെ, അപ്പോൾ 40,000 മൈനസ് 28,000 ഇസ് ഈക്വൽ ടു 12,000. അപ്പോൾ എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ്? 12,000. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദി ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്ന ഐറ്റംസൊക്കെ നോക്കിയിട്ട് അതിൽ നിന്നും സെയിലിൽ നിന്ന് ഗ്രോസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടത് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഒരു സാധനം വിൽക്കാൻ വേണ്ട ചിലവ് എത്രയാണെന്ന് നമുക്ക് അറിയൽ എങ്ങനെയാണെന്ന് നോക്കണം വേണ്ടേ. അപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞിട്ട് പല എക്സാമിനും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമാണ്. 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ കാണാനാണെന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് 10,000. നെറ്റ് പർച്ചേസ്, അതായത് ടോട്ടൽ പർച്ചേസ് 5,000 ആണ്. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് 2,000. ക്ലോസിംഗ് സ്റ്റോക്ക് 10,500. ഇതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണമെങ്കിലും ഇപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനും ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒന്നുകൂടി പറയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ്. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന ക്വസ്റ്റ്യനിലുള്ളത് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര തന്നത്? 10,000 പ്ലസ് നെറ്റ് പർച്ചേസോ 5,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് എത്ര തന്നത്? 2,000. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് അതിൽ ആഡ് ചെയ്തു. ഈ 3 കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ 10,000 പ്ലസ് 5,000 പ്ലസ് 2,000 എത്രയാണ്? 17,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 10,500. അപ്പോൾ എത്ര ടോട്ടൽ എമൗണ്ട് കിട്ടുക? 17,000ൽ നിന്ന് 10,500 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 6,500. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ നമുക്കിവിടെ തന്ന ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, നെറ്റ് പർച്ചേസ് 5,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് 2,000, ടോട്ടൽ 17,000. ഈ 17,000ൽ നിന്നും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കായ 10,500 മൈനസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടും? ബാലൻസിങ് ഫിഗർ 6,500. അപ്പോൾ ഈ പ്രോബ്ലത്തിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 6,500. അപ്പോൾ ഈ രൂപത്തിലാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുക. ഓക്കെ, എക്സാമിന് പല എക്സാമിനും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ഈ 2 ക്വസ്റ്റ്യനും 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തതായിട്ട് 5 മാർക്കിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഐറ്റംസൊക്കെ തരാതെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ആൻസർ ചെയ്യാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചോദിക്കും. അത് ഏകദേശം ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തിട്ട്
നമുക്കൊന്നുകൂടി ഒരു കൺക്ലൂഷനിലെത്താം. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. പക്ഷേ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് കാണാൻ, ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണം. അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ഏത് രൂപത്തിൽ അത് കാണും എന്നതാണ് ഈ 3 പ്രോബ്ലത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് അതിനേക്കാളും കുറച്ചൊരു പ്രയാസം. ഇനി അത്യാവശ്യം 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന അത്യാവശ്യം വലിയൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മൾ ആ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഓൺ 1st January 2008 എ ഫേം ഹാഡ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വാല്യൂഡ് അറ്റ് ₹10,000. അതായത് ഒരു സ്ഥാപനം തുടങ്ങിയ സമയത്ത് ജനുവരി 1-ാം തീയതി അവരുടെ സ്റ്റോക്ക് എത്രയായിരുന്നു? 10,000. ദാറ്റ് സ്റ്റോക്ക് ഈസ് കോൾഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് 10,000 ആണ്. ദെൻ ഡ്യൂറിങ് ദ ഇയർ ഫോളോയിങ് ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ്. ബാക്കി ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. ഏതൊക്കെയായിരുന്നു? സെയിൽസ് ₹2 lakh, പർച്ചേസ് 1,20,000 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ക്യാരേജ് ഇൻവേർഡ്സ്. ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്നത് ക്യാരേജ് ചാർജാണ്. ഇൻവേർഡ്സ് ഉള്ളിലേക്ക് വന്ന ചാർജ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ അതിന് വേണ്ട വണ്ടി ചെലവ്, ദാറ്റ് ഈസ് ക്യാരേജ് ഇൻവേർഡ്സ്. ഇനി ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ വിൽക്കുമ്പോൾ സെയിൽ നടത്തുമ്പോൾ വരുന്ന ചാർജ്, അത് എത്തിച്ചു കൊടുക്കാനുള്ള ക്യാരേജ് ചാർജാണ് ക്യാരേജ് ഔട്ട്വേർഡ്സ്. ഇവിടെ നമുക്ക് ക്യാരേജ് ഇൻവേർഡ്സ് ആണ്. ഓക്കെ, ക്യാരേജ് ഔട്ട്വേർഡ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതാം. ഓക്കെ, ദെൻ സെയിൽസ് റിട്ടേൺ. 2 ലക്ഷത്തിന് വിറ്റു, പക്ഷേ 2,000 രൂപയുടെ റിട്ടേൺ വന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ 2 ലക്ഷത്തിന് വിറ്റെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ദെൻ പർച്ചേസ് റിട്ടേൺ. 1,20,000 പർച്ചേസ് ചെയ്തു, പക്ഷേ പർച്ചേസ് റിട്ടേൺ 1,000. 1000 രൂപക്കുള്ള സാധനങ്ങൾ തിരിച്ചെടുത്തു. ഓക്കെ, നമ്മുടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഗ്രോസ് പ്രോഫിറ്റ് കാണുന്ന ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിന് നെറ്റ് സെയിൽ തന്നിട്ടുണ്ടോ? ഇല്ല, നെറ്റ് സെയിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. കാരണം സെയിൽസും ഉണ്ട്, സെയിൽസ് റിട്ടേണും ഉണ്ട്. അപ്പം നമ്മൾ നെറ്റ് സെയിൽ കാണണം. നെറ്റ് സെയിൽ എങ്ങനെ കാണാം? നെറ്റ് സെയിൽ ഈസ് ഈക്വൽ ടു, അതായത് ടോട്ടൽ കറക്റ്റ് സെയിൽ എത്രയാണ്? 2 ലക്ഷത്തിന് വിറ്റു, പക്ഷേ 2,000 രൂപക്ക് റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ടോട്ടൽ നെറ്റ് സെയിൽ എത്രയായിരിക്കും? 2 lakh minus 2,000, 1,98,000. 1,98,000 രൂപയ്ക്ക് നമ്മൾ വിറ്റിട്ടുള്ളൂ. 2,000 തിരിച്ച് റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ സെയിൽ എഴുതുമ്പോൾ, നെറ്റ് സെയിലൊക്കെ എഴുതുമ്പോൾ റിട്ടേൺ കുറച്ചിട്ടേ എഴുതാൻ പാടുള്ളൂ. സെയിം പർപ്പസ് തന്നെയാണ് പർച്ചേസിലും വരാനുള്ളത്. 1,20,000 നമ്മൾ പർച്ചേസ് ചെയ്തു. 1,20,000 പർച്ചേസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറയേണ്ടത്, പർച്ചേസ് റിട്ടേൺ ₹1,000. 1000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1,20,000 വാങ്ങിയെന്ന് കണക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? നെറ്റ് പർച്ചേസ് ഇസ് ഈക്വൽ ടു 1,20,000 മൈനസ് 1,000 ഇസ് ഈക്വൽ ടു 1,90,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ നെറ്റ് സെയിൽ കിട്ടി, പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടിയോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷനാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? ഫസ്റ്റിൽ 10,000. ദെൻ പ്ലസ് നെറ്റ് പർച്ചേസ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത നെറ്റ് പർച്ചേസ്? 1,19,000 പ്ലസ് ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ ക്യാരേജ് ഇൻവേർഡ്സ്, അതൊക്കെ ഡയറക്റ്റായിട്ട് വരുന്ന നമ്മുടെ എക്സ്പെൻസാണ്. അപ്പോൾ ക്യാരേജ് ഇൻവേർഡ്സ് എന്ന ₹500 നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എഴുതണം. പിന്നെ അതിൽ നിന്നും മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ട് അവിടെ 0. ഓക്കെ, അപ്പോൾ ഗ്രോസ് 1,29,500 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ്
നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, 1,29,500. അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് കാണാനാണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളിതാ ഫ്രണ്ടിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ്? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നെറ്റ് സെയിൽ എത്രയാണ്? 1,98,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് വെച്ചത് 1,29,500 ഇസ് ഈക്വൽ ടു, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എല്ലാവരും. യെസ്, 68,500. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളോട് ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ പറയും. ഓക്കെ, എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ അതിനെ ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. സിമ്പിളായിട്ട് 2 മാർക്കിനോ 3 മാർക്കിനോ നമുക്ക് ജസ്റ്റ് എല്ലാ ഐറ്റംസും തന്നിട്ട് ചെയ്യാൻ പറയും. ഇവിടെ നമുക്ക് ചിലപ്പോൾ പർച്ചേസ് തന്നിട്ടുണ്ടാവും, പർച്ചേസ് റിട്ടേൺ തന്നിട്ടുണ്ടാവും. നമ്മൾ അതിനെ നെറ്റ് പർച്ചേസ് കാണണം. സെയിലും അതുപോലെ നെറ്റ് സെയിൽ കാണേണ്ടി വരും. റിട്ടേണൊക്കെ കുറച്ചിട്ട് നെറ്റ്. അപ്പം നെറ്റ് എമൗണ്ട് കാണുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ റിട്ടേൺ ചെക്ക് ചെയ്യണം, എന്നാലേ നമുക്കതിൻ്റെ നെറ്റ് എമൗണ്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കാണുന്ന 3 മെത്തേഡുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യനാണ്, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണം. ഈ ഓരോ ഇക്വേഷനും, അതായത് നെറ്റ് സെയിൽ കാണാൻ എന്താണ് ഇക്വേഷൻ? നെറ്റ് സെയിൽ കാണാൻ ടോട്ടൽ സെയിൽസ് മൈനസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. അതുപോലെ നെറ്റ് പർച്ചേസ്, ടോട്ടൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ, അല്ലേ? ദെൻ ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാണുമെന്നാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്ന ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ഇക്വേഷൻ എല്ലാവരും ഒന്ന് പഠിക്കുക. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ ഈ 4 കാര്യം: നെറ്റ് സെയിൽ, നെറ്റ് പർച്ചേസ്, ഗ്രോസ് പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ 4 ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് ഏത് ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ അതിനാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 അക്കൗണ്ട് ഏതൊക്കെയായിരുന്നു? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.